ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വില്ലോ ട്രീ ഫാമിലെ സ്ട്രോബെറി പിക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രാക്ടറിലോട്ട് നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. മിനിമം നമ്മൾ 1.5 ലിറ്ററിന്റെ ഒരു ബാസ്ക്കറ്റ് വിച്ച് കോസ്റ്റ് അറൌണ്ട് $9.50. അതാണ് ഇവിടുത്തെ എൻട്രി ഫീ. അപ്പാപ്പനൊപ്പം സ്ട്രോബെറി പറിക്കാൻ സെനോറ എക്സൈറ്റഡ് ആണ്. ട്രാക്ടറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഡാഡി പണി തുടങ്ങി. വിത്തിൻ 5 മിനിറ്റ്സ് ഒരു ബാസ്ക്കറ്റ് സ്ട്രോബെറി പറിച്ച് ഫില്ല് ചെയ്തു. മറുവശത്ത് മമ്മിയും ഡാഡിക്ക് ഒരു കട്ട കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. പണ്ട് ഫ്രണ്ട്സ് സിനിമയിലെ ജഗത് ശ്രീനിവാസനോട് പറഞ്ഞല്ലേ, നീ പറിക്കണതൊക്കെ ആവശ്യമില്ലാത്തതായിരിക്കും. അതുപോലെ സെനോറ പച്ച സ്ട്രോബെറി മാത്രം പറിച്ച് ബാസ്ക്കറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരാളിവിടെ ക്യൂട്ട്നെസ് വാരി വെതറാനും വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലുക്ക് കണ്ട വാമ്പയർ കുഞ്ഞാണ് തോന്നുമെങ്കിലും സ്ട്രോബെറി കഴിച്ചതിൻ്റെ റെഡ് സീൻസാണ് ഡ്രസ്സിലും വായിലും. 100% പ്രൊഫഷണൽ സാർ. ഈ പിടിച്ച മീറ്ററിൽ നിന്ന് ഒരു ഇഞ്ച് മാറണല്ലാട്ടോ ഡാഡി. ഫൈനലി ഞങ്ങൾ ഒരു 5 ബാസ്ക്കറ്റ് സ്ട്രോബെറി മൊത്തം ഫില്ല് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായി. അപ്പോൾ ഞങ്ങളൊരു പിക്നിക് സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറ് അൺപാക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഇവിടെ വെച്ചാണ് ഈ പറിച്ച സ്ട്രോബെറി എന്ത് ചെയ്യും എന്നുള്ളൊരു തോട്ട് ഞങ്ങൾക്ക് ഉദിച്ചത്. സോ ഫൈനലി വി കെയിം ടു കൺക്ലൂഷൻ, എ സ്ട്രോബെറി വൈൻ. അങ്ങനെ മമ്മി സ്ട്രോബെറി വൈൻ്റെ ചാർജ് ഏറ്റെടുത്തു. സ്ട്രോബെറി എല്ലാം കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി ചെറുതെ അരിഞ്ഞൊരു ബക്കറ്റിലേക്ക് ഇട്ടു. പിന്നെ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് നന്നായി ക്രഷ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് ഗോതമ്പ്, പട്ട, കരയമ്പ് എന്നീ സ്പൈസസും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി ആ ബക്കറ്റ് അങ്ങ് മൂടി വെക്കാം. ഇൻ അബൌട്ട് 3 weeks you will see the magic of fermentation. അങ്ങനെ മധുരമുള്ള ഞങ്ങളുടെ ഈ കാത്തിരിപ്പിന് ഒരു വിരാമമായി. സ്വയം പറിച്ച സ്ട്രോബെറി കൊണ്ട് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ വൈൻ അത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, വേറൊരു ലെവല് വികാരമാണ്.